നമ്മുടെ ഈ പ്രോജക്റ്റിനകത്ത് നമ്മൾ db.js എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിനകത്ത് ഹോസ്റ്റ് നെയിം യൂസർ നെയിം എല്ലാം ഡയറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുവാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഡ് ഗിറ്റാബിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് എക്സ്പോസ് ആവും, ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. അല്ലെങ്കിൽ നമ്മുടെ ബിറ്റ് ബക്കറ്റിലാണെങ്കിലും പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിലും ഒരുപക്ഷെ നമ്മുടെ ഡേറ്റ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റിന്റെ ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ സീക്രട്ട് ഡീറ്റെയിൽസ് എല്ലാം പുറത്താവും. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഒരു എൻവയോൺമെന്റ് ഫയലിനകത്ത് സ്റ്റോർ ചെയ്യണം. നമുക്ക് package.jsന്റെ അകത്ത് ഈ .env നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അല്ലേ. നമുക്ക് ഫസ്റ്റ് ഒരു .env ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് npm install .env എന്ന് കൊടുക്കുക. ഇത് ഇൻസ്റ്റാൾ ആകുന്ന ടൈം കൊണ്ട് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇൻസ്റ്റാൾ ആയി .env എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. നോഡ്മോൺ ക്രാഷ് ആയി, വെയിറ്റിംഗ് ഫോർ ഫയൽ ചേഞ്ചസ്, എന്താണ് എറർ കണക്ടിങ് ടു ദ ഡേറ്റാബേസ് കണക്റ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ നമ്മുടെ envക്കകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിനകത്തുള്ള ഹോസ്റ്റ് നെയിം, യൂസർ നെയിം, പാസ്വേഡ്, ഡേറ്റാബേസ്, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. പിന്നീട് നമുക്ക് സെഷന് വേണ്ടിയിട്ട് ഒരു സീക്രട്ട് കീ ആവശ്യമുണ്ട്. അത്ര സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഹോസ്റ്റ് നെയിം ലോക്കൽ ഹോസ്റ്റ് ആണ്, യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടാണ്, പാസ്വേഡ് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പാസ്വേഡ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഡേറ്റാബേസിന്റെ പേരാണ് ബ്ലോഗിംഗ് വെബ്സൈറ്റ്. അതേപോലെ നമുക്കൊരു സീക്രട്ട് കീ വേണം നമ്മുടെ എന്തിനാണ് സെഷന് വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു റാൻഡം കീ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു റാൻഡം കീ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര സാധനങ്ങളായി അല്ലേ. ഇനി .env എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? .env യൂസ് ചെയ്യാനായിട്ട് റിക്വയർ .env.config കൊടുത്താണ് .env യൂസ് ആവും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഇത് എവിടെ യൂസ് ചെയ്യണം? നമ്മുടെ db.jsലും നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ റിക്വയർ .env.config എന്ന് കൊടുത്തു. ഇനി .envയിലെ വാല്യൂ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിരുന്നു process.env. ഇത്ര പേര് നമുക്ക് കിട്ടും അല്ലേ. എന്നിട്ട് നമുക്ക് അതിനകത്ത് പേര് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇത് നമ്മുടെ env db host. ഇതാണ് നമ്മുടെ, ഇങ്ങനെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്വയർ ചെയ്യുന്നത് അല്ലേ. process.env.username db name. നമുക്ക് ഇതിനകത്ത് ഒരു പോർട്ടോടെ കൊടുക്കാം. പോർട്ട് ഈക്വൽ ടു 3000. അതായത് നമുക്ക് എപ്പോഴെങ്കിലും പോർട്ട് ചേഞ്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ envക്കകത്ത് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇത് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഉള്ള പോർട്ട് നമ്മൾ വേറെ env പ്രൊഡക്ഷൻ എന്നുള്ള ഫയലിനകത്ത് ക്രിയേറ്റ് ചെയ്യും. env ഡെവലപ്പ് ആണെങ്കിൽ env ഡെവലപ്പിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. app.jsന്റെ നമുക്ക് പോർട്ട് പറയാം അല്ലെ. ആപ്പ് ലിസൺ 3000 ആണ് പോർട്ട് എടുക്കുന്നത്. നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഒരു വേരിയബിളിലേക്ക് നമുക്ക് പോർട്ട് എഴുതാം. process.env.port. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോൾ ബാക്ക് ആയിട്ട് നമുക്ക് 3000 പറയാം. അതായത് ഈ envക്കകത്ത് പോർട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫോൾട്ട് ആയിട്ടുള്ള 3000 എടുത്തോളൂ. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ പോർട്ട് വെച്ചു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, മാറ്റിയിട്ട് ബാക്ക് ടിക്സ് ആക്കി. ഓക്കെ, ബൈ ഡിഫോൾട്ട് ആയിട്ട് ആ പോർട്ട് അവിടെ വന്നു. നമ്മൾ ഡിഫോൾട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. അതായത് നമുക്ക് ആവശ്യമുള്ള കോൺഫിഗറേഷൻസ് എല്ലാം നമ്മൾ envയിലേക്ക് മാറ്റി. ഇനി ഇത് വർക്ക് ആവുന്നുണ്ടോ നോക്കണ്ടേ. വർക്ക് ആവുന്നുണ്ടോ നോക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു റൗട്ട് സെറ്റ് ചെയ്തിരുന്നു അല്ലേ. നമുക്ക് ഒന്നുകൂടെ ആ റൗട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ 3000 ലോക്കൽ ഹോസ്റ്റ് 3000 യൂസേഴ്സ് എന്നായിരുന്നു നമ്മുടെ റൗട്ട്. നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാബേസ് ഇപ്പോഴും കണക്റ്റഡ് ആണ്. ഇവിടുന്ന് വരുന്ന വാല്യൂ എടുത്തുകൊണ്ട്, അതായത് envക്കകത്തെ വാല്യൂ എടുത്തിട്ടും നമ്മുടെ ഡേറ്റാബേസ് കണക്ട് ആണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ലോഗിൻ രജിസ്ട്രേഷൻ ഫോംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ HTML ഫയൽസ് ഒക്കെ, അതായത് ലോഗിൻ, രജിസ്ട്രേഷൻ അങ്ങനെയുള്ള ഫയൽസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടും നമ്മുടെ അസറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടും നമുക്കൊരു പബ്ലിക് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനകത്താണ് നമ്മൾ ഈ അസറ്റ്സ് ഒക്കെ ഇടുന്നത്. അപ്പൊ നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫോൾഡറിന്റെ അകത്താണ് ഞാൻ എന്റെ ലോഗിൻ രജിസ്ട്രേഷൻ ഫയൽസ് ഞാൻ ഇങ്ങോട്ട് ഇടാൻ പോകുന്നത്. ഓക്കെ, എനിക്കൊരു ലോഗിൻ പേജ് ഉണ്ട്, അതേപോലെ ഒരു രജിസ്ട്രേഷൻ പേജും ഉണ്ട്. ജസ്റ്റ് ബേസിക് ലോഗിൻ രജിസ്ട്രേഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ്റെ അകത്ത് ഇമെയിൽ ഉണ്ടാവും, യൂസർ നെയിം ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും, രജിസ്റ്റർ ബട്ടണും ഉണ്ടാവും. അതേപോലെ തന്നെ ലോഗിൻ്റെ അകത്ത് നോർമലി നമ്മുടെ ഡിസൈൻസ് ഉണ്ടാവും, അതിൻ്റെ താഴെയായിട്ട് യൂസർ നെയിമും പാസ്വേഡ് ഉണ്ടാവും, ലോഗിൻ ബട്ടണും ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് ഈ HTML ഫയൽസ് ഡയറക്റ്റ് ഇടാം, അല്ലെ വ്യൂസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടാം. അതാകുമ്പോൾ എന്തെങ്കിലും ടെംപ്ലേറ്റ് എഞ്ചിൻ അതായത് പഗ് പോലുള്ള ടെംപ്ലേറ്റ്സ് എഞ്ചിൻ ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ റെൻഡർ ചെയ്യാം. അങ്ങനെ വ്യൂസിൽ ഡയറക്റ്റ് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കിൻ്റെ അകത്ത് ഇട്ടാലും രണ്ടും റെക്കമെൻഡഡ് ആണ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ തൽക്കാലം പബ്ലിക്കിൻ്റെ അകത്ത് തന്നെ ഇട്ടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ അതായത് ഇമേജസ് അതേപോലെ മറ്റ് അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഈ പബ്ലിക് ഡയറക്ടറിയെ ഔട്ട്സൈഡ് വേൾഡിന്, അതായത് പുറത്തുള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് പറ്റൂല. അങ്ങനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസിനോട് പറഞ്ഞു കൊടുക്കണം, ഇത് ഡയറക്റ്റ് ആക്സസ് ചെയ്യണം, ഔട്ട്സൈഡ് വേൾഡിന് ഇത് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആപ്പ് യൂസ് കൊടുക്കുക, എക്സ്പ്രസിന്റെ മിഡിൽ വെയർ നമ്മൾ യൂസ് ചെയ്യണം. അതിനായിട്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു മിഡിൽ വെയർ ഉണ്ട് എക്സ്പ്രസിന്റെ. ഈ സ്റ്റാറ്റിക് മിഡിൽ വെയറിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏത് പാത്താണ് സ്റ്റാറ്റിക് ആയിട്ട് പബ്ലിക് വേൾഡിന്, ഔട്ട്സൈഡ് വേൾഡിനെ ആക്സസ് ചെയ്യാൻ പറ്റേണ്ടത്. നമുക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് പബ്ലിക് എന്ന് പറയുന്ന പാത്താണ്. അപ്പൊ ഈ പബ്ലിക് എന്ന് പറയുന്ന പാത്ത് ഡയറക്റ്റ് ആയിട്ട് ഇനി
ഈ എക്സ്പ്രസ് സ്റ്റാറ്റിക് മിഡിൽ വെയർ യൂസ് ചെയ്യുന്നത് കാരണം ഔട്ട്സൈഡ് വേൾഡിന് ആക്സസിബിൾ ആയിരിക്കും. അതുകൊണ്ട് ആപ്പ് യൂസ് കൊടുക്കുക, എക്സ്പ്രസ് സ്റ്റാറ്റിക് കൊടുക്കുക, പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഫോൾഡറിന്റെ പേര് കൊടുക്കുക. അന്നേരം നമുക്ക് ആ കറക്റ്റ് ആ പാത്ത് ഔട്ട്സൈഡ് വേൾഡിന് ആക്സസിബിൾ ആയിരിക്കും. നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഇതിനകത്ത് ലോഗിനും രജിസ്ട്രേഷനും ആഡ് ചെയ്തു അല്ലേ. ഇനി ഇത് നമ്മൾ എങ്ങനെ കോൾ ചെയ്യുന്നു നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നോർമൽ എല്ലാം നമുക്ക് വന്നിട്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു റൗട്ടിലേക്ക് വിടാം. അല്ലാത്തതെല്ലാം നമുക്ക് വന്നിട്ട് ഓതറൈസ്ഡ് ആണ് ഓത്ത് എന്ന് പറയുന്ന റൗട്ടിലേക്ക് വിടാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, നമുക്ക് ഫസ്റ്റ് ഒരു റൗട്ട്സ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഗസ്റ്റ് റൗട്ട് എന്ന് കൊടുക്കാം, ഗസ്റ്റ് റൗട്ട് ഡോട്ട് JS. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റീഡയറക്ട് ചെയ്യാം നോർമലുള്ള റിക്വസ്റ്റുകളെല്ലാം. ഇവിടെ സ്ലാഷ് ഇട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, ഈ റിക്വസ്റ്റുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് യൂസ് കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് ഗസ്റ്റ് റൗട്ട് നമുക്ക് കൊടുക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ റിക്വയർ ചെയ്യണം റൗട്ട്സ് ഗസ്റ്റ് റൗട്ട്. ഈ ഗസ്റ്റ് റൗട്ടാണ് നമ്മൾ താഴെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി വരുന്ന റിക്വസ്റ്റുകളെല്ലാം തന്നെ ഈ ഗസ്റ്റ് റൗട്ടിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റൗട്ടർ ഡോട്ട് ഗെറ്റ് എന്ത് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാലും ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഓൺസ് ഡോട്ട് സെൻഡ്. നമുക്കിനി എറർ വല്ലതും ആണെന്ന് നോക്കാം. ആപ്പ് ക്രാഷായി. മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട് റൗട്ട്സ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നും വേണ്ട, ഡയറക്റ്റ് URL വിളിച്ചു കഴിഞ്ഞാൽ ഗസ്റ്റ് റൗട്ടിലോട്ട് പോകണം. ഗസ്റ്റ് റൗട്ടിൽ പോയിട്ട് ഹലോ എന്ന് പറഞ്ഞ് പ്രിന്റ് ആവണം അല്ലേ. നമുക്ക് അതിന് ഡയറക്റ്റ് URL മാത്രം വിളിച്ച് ഹലോ എന്ന് പ്രിന്റ് ആയി. ഇങ്ങോട്ടാണല്ലേ വരുന്നത് അറിയാനായിട്ട് നമുക്കൊരു ഡാഷ് ഡോട്ട് കൊടുക്കാം. അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നോർമൽ റിക്വസ്റ്റുകളെല്ലാം തന്നെ ഡയറക്റ്റ് നമ്മുടെ എങ്ങോട്ടേക്ക് വരും, ഗസ്റ്റ് റൗട്ടിലേക്ക് വരും. ഓത്തറൈസ്ഡ് യൂസർ ആണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകണം, ഓത്തറൈസ്ഡ് യൂസർ ആണെങ്കിൽ ഓത്ത് റൗട്ടിലേക്ക് പോകാൻ പറയാം. തൽക്കാലം ഈ യൂസേഴ്സ് നമുക്ക് വേണ്ട. ഇത് നമ്മുടെ മാക്സിമം നമ്മൾ ആപ്പ് ഡോട്ട് JS ക്ലട്ടർ ഫ്രീ ആക്കാൻ നോക്കണം. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് അധികം കോഡുകൾ ഇതിനകത്ത് എഴുതാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം അത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓരോന്നും കറക്റ്റ് ആയിട്ട് അതിൻ്റെതായ റൗട്ട്സിലേക്ക് നമ്മൾ റീറൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇഷ്യൂസ് കുറഞ്ഞു കിട്ടും. ഓക്കെ, ആപ്പ് ഡോട്ട് യൂസ് ഓത്തറൈസ്ഡ് യൂസർ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കാം. പ്രൊട്ടക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂസേഴ്സിനെ നമ്മൾ ഓത്ത് റൗട്ടിലേക്ക് റീഡയറക്ട് ചെയ്യും. അതായത് ഓത്തറൈസ്ഡ് യൂസർ ആയിരിക്കും. അപ്പൊ അയാൾക്ക് സെഷൻ ഉണ്ടാവും. സെഷൻ ഉള്ള യൂസേഴ്സ് ആണ് ഓത്തറൈസ്ഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു കേസിൽ അല്ലാത്ത കേസിൽ നമ്മൾ സാധാരണ നമ്മൾ എക്സ്പ്രസിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് APIs എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ APIs എഴുതുമ്പോഴത്തേന് നമുക്ക് ടോക്കൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പൊ ടോക്കൺ ഉള്ള യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ഓത്തറൈസ്ഡ് ആയിട്ട് ആ ഒരു കേസിൽ കരുതുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഫോം സബ്മിഷൻ ആയത് കാരണം സെഷൻ ഉള്ള യൂസേഴ്സിനാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഗസ്റ്റ് റൗട്ട് പോലെ തന്നെ നമുക്കൊരു ന്യൂ ഫയൽ ഓത്ത് റൗട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓത്ത് റൗട്ട് ഡോട്ട് JS. ഓത്ത് റൗട്ട് നമുക്ക് ഇവിടെ റിക്വയർ ചെയ്യണം. അതിനായിട്ട് കോൺസ്റ്റ് ഓത്ത് റൗട്ട് ഈക്വൽ ടു റിക്വയർ റൗട്ട്സ് ഓത്ത് റൗട്ട് റിക്വയർ ചെയ്ത് അപ്പോൾ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഓത്ത് റൗട്ടിലേക്ക് ഡയറക്റ്റ് പോകണം. അതിനായിട്ട് കോൺസ്റ്റ് എക്സ്പ്രസ് ഈക്വൽ ടു റിക്വയർ എക്സ്പ്രസ് കോൺസ്റ്റ് റൗട്ടർ ഈക്വൽ ടു എക്സ്പ്രസ് ഡോട്ട് റൗട്ടർ. ഇനി റൗട്ടർ ഡോട്ട് ഗെറ്റ്. ഇതിൻ്റെ അകത്ത് എന്ത് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാലും നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് എടുക്കണം. അതായത് റൂട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇത് കഴിഞ്ഞിട്ട് പ്രൊട്ടക്റ്റഡ് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഡേറ്റ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ്, റെസ്പോൺസ് ഡോട്ട് സെൻഡ് അൺഓത്തറൈസ്ഡ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തിന് ഞാൻ ജസ്റ്റ് അൺഓത്തറൈസ്ഡ് വിടുന്നേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് സെഷൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം തൽക്കാലത്തിന്. ഇനി നമുക്ക് ഈ റൗട്ടിലൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് നോക്കണം അല്ലേ. ലോക്കലോസ് 3000/protected ഓത്ത് റൗട്ടിലേക്ക് പോകുന്നു. ഓത്ത് റൗട്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ആയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. നേരത്തെ അതേ ഇഷ്യൂ, നമ്മൾ ഇവിടുന്ന് ഓത്ത് റൗട്ടിൻ്റെ അകത്തുനിന്ന് റൗട്ടർ നമ്മൾ എക്സ്പോർട്ട് ചെയ്തില്ല. അതിനായിട്ട് മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് റൗട്ടർ അൺഓത്തറൈസ്ഡ് കണ്ടോ, കറക്റ്റ് ആ പേജിലേക്ക് വന്നു, അൺഓത്തറൈസ്ഡ് വന്നു. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് റൗട്ടിലേക്ക് പോകും. /protected എന്നുള്ള റൗട്ട് ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് റൗട്ടിലേക്ക് പോകും. ഓക്കെ, അതായത് നമ്മുടെ ഓത്ത് റൗട്ടിലേക്ക് പോകും. ഇതാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഗസ്റ്റ് റൗട്ടിൻ്റെ അകത്ത് നമ്മൾ രജിസ്റ്റർ ആണോ ലോഗിൻ ആണോ നമ്മൾ നോക്കണം അല്ലേ. അതിനായിട്ട് നമ്മൾ ആദ്യം ഓത്ത് റൗട്ട് ക്ലോസ് ചെയ്യാം. പാക്കേജ് റൗട്ട് ചെയ്യാനും വേണ്ട. നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റ് ഡിഫോൾട്ടായിട്ട് പോവുകയാണെങ്കിൽ ഇതേത് പേജിലോട്ടാണ് പോകേണ്ടത്, ഇത് ഡയറക്റ്റ് പോകേണ്ടത് നമ്മുടെ ലോഗിൻ പേജിലേക്ക് അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ഫയൽസിനെ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പോൺസ് ഡോട്ട് സെൻഡ് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. സ്റ്റാറ്റിക് അസറ്റ്സിനെ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ആപ്പ് യൂസ് എക്സ്പ്രസ് സ്റ്റാറ്റിക് വെച്ചിട്ട് പബ്ലിക് എന്ന് പറഞ്ഞ ഫോൾഡർ നമുക്ക് ഔട്ട്സൈഡ് വേൾഡിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം.
ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട്, അതിനകത്ത് അസറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാറ്റിക് ഫയലിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസ്പോൺസ് സെൻഡ് ഫയൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഫയലിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫയലിന്റെ പേര് നമുക്ക് ഇൻഡെക്സ് എന്ന് കൊടുക്കാം. സോറി, എന്താണ് ഫയലിന്റെ പേര്? login.html. ഇതിന് രണ്ടാമതായിട്ട് ഒരു പാരാമീറ്റർ കൂടിയുണ്ട്. ഇത് റൂട്ട് എന്ന് പറയും. ഏതാണ് റൂട്ട് പാത്ത്? ഇവിടെ നമ്മൾ റൂട്ട് പാത്ത് പറഞ്ഞു കൊടുക്കണം. പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക് റൂട്ട് പാത്ത് എന്നുള്ള login.html എന്ന് പറഞ്ഞ ഫയൽ നമുക്ക് ലോഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? നമ്മൾ ഇവിടുന്ന് കണ്ടോ, നമ്മുടെ ഫയൽ ഇവിടെ ലോഡായി. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫയൽ നമ്മുടെ ലോഡാണോ അല്ലേ? അതിനായിട്ട് നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുക്കുന്നു, register.html കൊടുക്കുന്നു. ഇനി /register കൊടുത്തു നോക്കി രജിസ്ട്രേഷന്റെ പേജ് അതിന്റെ ഡിസൈൻ പോയി നമുക്ക് ശരിയാക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തെ ലോഗിൻ പേജ് വരും. രജിസ്ട്രേഷൻ അല്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പേജ് വന്നു കഴിഞ്ഞാൽ ലോഗിൻ പേജ് വരും. രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പേജ് വരും. അപ്പൊ നമുക്ക് ഇതിനെല്ലാത്തിനായിട്ട് മുകളിൽ നമ്മുടെ വെബ്സൈറ്റിലെ പോലെ നമുക്ക് ഇവിടുന്ന് ലിങ്ക് ഒക്കെ കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട് ഹോം പേജിൽ നിന്ന്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് യൂസർ വരുമ്പോൾ ലോഗിൻ ചെയ്യണമെന്നില്ല അല്ലേ? ഡയറക്റ്റ് ന്യൂസ് ആണ് കാണുന്നത്. നമ്മുടെ ആ പേജ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ന്യൂസ് ആണ് കാണുന്നത്. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ ലോഗിൻ പേജിലോട്ട് പോയാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് അതിനാണ് നമുക്കിതിന് ലോഗിൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കൊടുക്കാം. ഓക്കെ, ലോഗിൻ രജിസ്റ്റർ. യൂസർ വന്നിട്ട് ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ ലോഗിൻ ബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് പേജ് വരുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ഹോം പേജ് ആണ് കാണിക്കുന്നത് അല്ലേ? അതിനായിട്ട് ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു പേജ് കൊടുക്കാം. ഡിഫോൾട്ട് ആയിട്ട് ഒരു ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു പേജ് കൊടുക്കാം. പബ്ലിക്കിൻ്റെ അകത്ത് ന്യൂ ഫയൽ blogs.html എന്ന് പറഞ്ഞൊരു പേജ് കൊടുക്കാം. അപ്പോൾ യൂസർ ഡയറക്റ്റ് വരുമ്പോഴത്തേന് ഈ ബ്ലോഗ് പേജ് ആയിരിക്കും കാണുന്നത്. നമുക്ക് ഈ പേജൊക്കെ ഡിസൈൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു തൽക്കാലത്തിന് നമുക്കൊരു h1 ടാഗ് ഇട്ടിട്ട് വെൽക്കം ടു ദ ബ്ലോഗ്സ് എന്ന് പറഞ്ഞു. ഡിഫോൾട്ട് ആയിട്ട് വെൽക്കം ടു ദ ബ്ലോഗ്സ് പേജ് വന്നു. ഇവിടെ നമുക്ക് ലോഗിനും രജിസ്റ്ററിനും ഉള്ള ബട്ടൺ കാണും. തൽക്കാലം നമുക്കൊരു 2 ബട്ടണോട് കൊടുത്തു വെച്ചേക്കാം. login.html, register.html, ലോഗിൻ രജിസ്റ്റർ നമ്മൾ ഡയറക്റ്റ് കൊടുത്തു വെച്ചു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് ആ വെബ്സൈറ്റിലെ പേജ് പോലെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. ഡിഫോൾട്ട് ആയിട്ടുള്ള ഹോം പേജ് സെറ്റ് ചെയ്തെടുക്കണം. ലോഗിന്റെയും രജിസ്ട്രേഷന്റെയും ഫംഗ്ഷൻസ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ലോഗിൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോം പേജ് സെറ്റ് ചെയ്യാം.